നമുക്കറിയാം, ഒരു സിനിമ സാമ്പത്തികമായി വലിയ വിജയം നേടണമെങ്കിൽ ആ സിനിമയുടെ സംവിധാനം, കഥ, തിരക്കഥ, അഭിനയമൊക്കെ വളരെ മികച്ചതാവേണ്ടതുണ്ട്. എന്നാൽ വൈറലായ ഒരൊറ്റ ഗാനം കൊണ്ട് മാത്രം വെള്ളിത്തിരയിൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റടിച്ച ചില സിനിമകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വെൽക്കം ടു ഫാക്ട് ആൻഡ് ഫൺ ക്ലബ്. എൻ്റെ ഈ വീഡിയോയുടെ ഇൻട്രോ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഗാനം ഇതായിരിക്കും: ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണിൽ. 2004 ജയരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫോർത്ത് പീപ്പിൾ എന്ന സിനിമയിലാണ് ഈ ഗാനം ഉണ്ടായിരുന്നത്. വലിയ താരങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ ഒരൊറ്റ ഗാനം കൊണ്ട് മാത്രമാണ് തിയേറ്ററിൽ സിനിമ വൻ വിജയമായി മാറിയത്. തിയേറ്ററിൽ ഈ ഗാനം പ്ലേ ചെയ്യുമ്പോഴെല്ലാം തന്നെ ആരാധകർ ഡാൻസ് കളിച്ച് തകർത്ത് ആഘോഷിച്ച് ഈ സിനിമ വലിയൊരു വിജയമാക്കുകയായിരുന്നു. മലയാള സിനിമാ ഗാനരംഗത്തെ തന്നെ പൊളിച്ചെഴുന്നതായിരുന്നു ജാസി ഗിഫ്റ്റിൻ്റെ ഈ ഗാനം. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. 2022 പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ അണിയിച്ചൊരുക്കിയ സിനിമയാണ് ഹൃദയം. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ പുറത്തിറങ്ങിയ ദസന എന്ന് പറയുന്ന ഗാനം വേൾഡ് വൈഡ് സൂപ്പർ ഹിറ്റായിരുന്നു. ഈ സിനിമയുടെ തിയേറ്ററിലെ മികച്ച പെർഫോമൻസിന് ഈ ഗാനം നൽകിയ ബൂസ്റ്റ് ചില്ലറയല്ല. 2014 അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ തുടക്കം മാംഗല്യം എന്ന ഗാനം ഇന്നും കല്യാണ വീടുകളിലും കല്യാണ ആൽബങ്ങളിലും ഇടം പിടിക്കാറുണ്ട്. ഗോപി സുന്ദർ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിലെ ഗാനങ്ങൾക്കൊപ്പം മികച്ച കലാമൂല്യവും ഒത്തുചേർന്നപ്പോൾ തിയേറ്ററിൽ വലിയ വിജയമായിരുന്നു ഈ സിനിമ. 2006 ലാൽ ജോസ് അണിയിച്ചൊരുക്കിയ ക്ലാസ്മേറ്റ് എന്ന സിനിമ റിലീസായി ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ വലിയ പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഈ സിനിമയിലെ എൻ്റെ കൽബിലെ എന്ന ഗാനം ക്യാമ്പസുകൾ ഒന്നടങ്കം ഏറ്റുപാടി തുടങ്ങിയതോടെ സിനിമ വമ്പൻ വിജയമായി മാറുകയായിരുന്നു. മലയാളക്കരയിൽ ഗെറ്റ് ടുഗദറും റീയൂണിയനുമൊക്കെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റുന്നതിൽ ഈ പാട്ടിൻ്റെയും സിനിമയുടെയും പങ്ക് ചെറുതല്ല. 2016 അൽഫോൺസ് പുത്രൻ്റെ രണ്ടാമത്തെ ചിത്രമായി പുറത്തിറങ്ങിയ പ്രേമം റിലീസാകുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രത്തിലെ ഗാനം മലരെ നിന്നെ കാണാതിരുന്നാൽ കേരളം മുഴുവൻ വൈറൽ ഹിറ്റായി. മലർമിസും ജോർജുമൊക്കെ തകർത്തഭിനയിച്ച ഈ ചിത്രത്തിന്റെ വിജയത്തിൽ ഈ ഗാനം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇനി കുറച്ച് പഴയ സിനിമകളിലേക്ക് കൂടി നോക്കുകയാണെങ്കിൽ 1997 പ്രിയദർശൻ ചിത്രമായ ചന്ദ്രലേഖയിൽ MG ശ്രീകുമാറും KS ചിത്രയും ചേർന്ന് ആലപിച്ച അപ്പുക്കുട്ട തൊപ്പിക്കാര എന്ന ഗാനം ആ സിനിമയുടെ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അക്കാലത്ത് മലയാളക്കരയിലെ എല്ലാ കല്യാണപ്പുരകളിലും ഈ ഗാനം മാത്രമേ കേൾക്കുവാനുണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ തന്നെ 1989 മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ വന്ദനത്തിൽ MG ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ കവിളിണയിൽ കുങ്കുമോ എന്ന ഗാനവും ആ സിനിമയുടെ വിജയത്തിന് അക്കാലത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാലമേറെ ആയിട്ടും ഇന്നും നമ്മൾ മലയാളികളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങളിൽ ഒന്നുകൂടിയാണിത്. ഇനിയും ഇതുപോലെ ഒരു സിനിമയുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരുപാട് ഗാനങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന അത്തരം ഗാനങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക.